ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ചീരത്തോരൻ്റേതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, നല്ലൊരു രുചിയായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരു കെട്ട് നല്ല പച്ച ചീര നല്ല വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് വരണം. കട്ട് ചെയ്യുമ്പോൾ നമ്മളതിലെ കനമുള്ള നല്ല മൂപ്പായ തണ്ട് മാത്രമേ കളയുന്നുള്ളൂ. ബാക്കിയുള്ള തണ്ടൊക്കെ നമ്മൾ ചേർത്ത് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ ചീര കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ചീര എല്ലാം ഞാൻ ശരിക്കും എല്ലാം കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയും തണ്ട് നമ്മൾക്ക് ഒന്ന് മാറ്റിയെടുത്തു. ഇനി നമുക്ക് വേണ്ട ഒരു 6-7 വെള്ളുള്ളി, അത്ര തന്നെ ചുവന്നുള്ളി, ഒരു 6 പച്ചമുളക്, പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് ഒരു ക്യാരറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റും ഹെൽത്തിയുമായി. ഇനി വേണ്ടതൊരു അരമുറിയിൽ കുറവ് നാളികേരം ചിരവിയത്. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/4 സ്പൂൺ കടുകും 1 സ്പൂണ് കടലപ്പരിപ്പും ചേർക്കുക. കടലപ്പരിപ്പ് ഒന്ന് മൂപ്പായി വരുന്ന സമയത്ത് വെള്ളുള്ളി ചതച്ചതും ചേർക്കുക, ചുവന്നുള്ളി കട്ട് ചെയ്തതും ചേർക്കുക. അപ്പോൾ കടലപ്പരിപ്പ് ഇടയിൽ കടിക്കാൻ നല്ല രുചിയായിരിക്കും. ഇപ്പോൾ നമ്മൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ക്യാരറ്റ് ഇതേപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തോരനെ കട്ട് ചെയ്യുന്ന അതേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് അത് ചേർത്തതിന് ശേഷം ഒരു 1-1.5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ക്യാരറ്റ് ഒന്ന് ശരിക്കും എണ്ണയിലൊന്ന് വെന്ത് വരാനാണ്. ഇനി പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തു. അതുകൂടി ചേർത്ത് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ക്യാരറ്റൊക്കെ ഒരു 1/4 വേവ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾക്ക് അതിലേക്ക് ചീര കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചീര ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്കറിയാമല്ലോ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തു, ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്ത് വരുമ്പോൾ അതൊന്ന് കുറഞ്ഞ് വരും. എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിക്ക് ചീരത്തോരൻ വെക്കാത്തവർ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ചീരയൊക്കെ ശരിക്കും ഇതൊന്ന് അമർന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് ഒരു 3 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഫ്ലെയിം അല്പം കൂടി ഒന്ന് കുറയ്ക്കണം. 3 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾക്ക് ഏകദേശം ചീരയൊക്കെ ശരിക്കും വെന്തിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ചീര ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. ഒരുവിധം നന്നായി വെന്താൽ മാത്രം മതി. നല്ലതുപോലെ ഇത് ഒന്നുകൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാരറ്റ് നമ്മൾക്ക് കറക്റ്റായിട്ട് നല്ല സൂപ്പറായി വെന്ത് കിട്ടി. അപ്പോൾ എല്ലാം ക്ലിയറായി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നാളികേരം ചിരവിയതും കൂടി ചേർത്താൽ നല്ല അടിപൊളി സൂപ്പർ ചീരത്തോരനായി. ഇപ്പോൾ ഈ രീതിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ചുവന്നുള്ളി കട്ട് ചെയ്ത് നല്ല മണവും രുചി ഉണ്ടാവും. വെള്ളുള്ളി അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കൂടെ ഇടയിൽ കടിക്കാനായിട്ട് കടലപ്പരിപ്പ് ചേർത്ത്, അതിനും നല്ല രുചിയാണ്. പിന്നെ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി കളറിനും കൂടി ക്യാരറ്റും കൂടി ചേർത്തപ്പോൾ നല്ല സൂപ്പർ വെറൈറ്റി തോരനായി. അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. എന്നിട്ട് അപ്പോൾ തന്നെ നമ്മൾ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റെങ്കിലും അവിടെ ഇരിക്കട്ടെ. എന്നതിന് ശേഷം ഉപയോഗിക്കാം. അപ്പോൾ ആവിയിൽ ഒന്നുകൂടി അത് നല്ല സെറ്റായി കിട്ടും. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായില്ലേ? എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനത് വേറെ പാത്രത്തിലേക്ക് പാർത്തി കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓണം കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ നമ്മൾക്ക് ചോറിൻ്റെ കൂടെ ഇന്ന് ചീരത്തോരനും ഒരു കുമ്പളങ്ങ കറിയുമാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.